ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അധികാരത്തിനു വേണ്ടി മനുഷ്യൻ ഇത്രയൊക്കെ ചെയ്തു കൂട്ടുമോ? യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ എന്ന വിദ്വാൻമാരുടെ ചോദ്യത്തിനു മുമ്പിൽ ഭ്രമിച്ചു പോയത് ഹെരോദാ രാജാവ് മാത്രമായിരുന്നില്ല, മറിച്ച് യെരുശലേം മുഴുവനുമായിരുന്നു. അതിന്റെ കാരണം അധികാരത്തിനു വേണ്ടി ഹെരോദാവ് ചെയ്ത കൃത്രിമത്വങ്ങൾ ആയിരുന്നു. ഹെരോദ്യ രാജവംശത്തിലെ മഹാൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. വിവാഹത്തിലൂടെ ഒരു പകുതി യഹൂദനായി ഗണിക്കപ്പെട്ടിരുന്ന ഹെരോദാവ് യഹൂദന്മാരുടെ പ്രീതി പിടിച്ചു പറ്റുവാൻ തകർന്നു കിടന്നിരുന്ന യെരുശലേം ദേവാലയം പുതുക്കി പണിതു. അതേസമയം തന്നെ റോമൻ ചക്രവർത്തിയെ പ്രീതിപ്പെടുത്തുവാൻ യഹൂദന്മാർ ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെയും ചക്രവർത്തിക്ക് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. എന്നാൽ അധികാരത്തിനു വേണ്ടിയും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയും എന്തും ചെയ്യാൻ മടിയില്ലാതിരുന്ന ഭരണാധികാരിയായിരുന്നു ഹെരോദാവ് എന്ന് ചരിത്രം പറയുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവിന്റെ ജനനം തന്റെ രാജ്യത്വത്തിന്റെ നാശത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് ചിന്തിച്ച ഹെരോദാവ് വിദ്വാൻമാരുടെ സംഭാഷണങ്ങളിൽ നിന്നും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കിയെടുത്തു. കുശാഗ്ര ബുദ്ധിക്കാരനായ ഹെരോദാവിന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. 2 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളഞ്ഞാൽ പ്രശ്നത്തിന് പരിഹാരമാകും. പക്ഷേ ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. തന്റെ രാജ്യത്ത് നിലനിർത്തുന്നതിനു വേണ്ടി സ്വന്തം ഭാര്യ, 3 മക്കൾ, ഭാര്യയുടെ സഹോദരൻ, വില്യപ്പൻ തുടങ്ങി അനേകരെ നിഷ്ഠൂരം വധിച്ചതായി ചരിത്രം സാക്ഷിക്കുന്നു. താൻ മരിക്കുമ്പോൾ ലോകം കരയണമെന്ന് ആഗ്രഹിച്ച് തന്റെ മരണ ദിവസം കൊല്ലപ്പെടുവാനായി തടവറയിലാക്കപ്പെട്ട അനേകം യഹൂദന്മാരുണ്ടായിരുന്നു. എന്നാൽ AD 4 ഹെരോദാവ് ശരീരം മുഴുവൻ പുഴുത്തു മരിക്കുമ്പോൾ സഹോദരി ശലോമി തടവറയിലുള്ളവരെ എല്ലാം മോചിപ്പിച്ചിരുന്നു. ഹെരോദാവിന്റെ മരണത്തിൽ ആരും വിലപിച്ചില്ല എന്നതാണ് വാസ്തവം. ഇത്രയൊക്കെ ഇല്ലെങ്കിലും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും മറ്റുള്ളവരെ കൊല്ലാകൊല ചെയ്യുന്നവർ ഇന്നുമുണ്ട്. മറ്റൊന്നിനു വേണ്ടിയല്ല, അധികാരമോഹമാണ് മനുഷ്യനെ ഇത്ര അധപ്പതിപ്പിക്കുന്നത്. ജീവിതകാലം മുഴുവൻ അധികാരത്തിന്റെ എല്ലാ ഗുണങ്ങളും അനുഭവിച്ച് കടന്നുപോയ എല്ലാ രാജാക്കന്മാരും പോകുമ്പോൾ ലോകത്തോട് പറയുന്നത്, ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല, എനിക്ക് കിട്ടിയ അധികാരം ഇനി എനിക്ക് ഉപകരിക്കില്ല എന്നൊക്കെയാണ്. അനശ്വരമല്ലാത്ത ഈ അധികാരത്തിനു വേണ്ടി പിന്നെന്തിനാണ് മനുഷ്യനിങ്ങനെ ആർത്തി പിടിച്ച് നടക്കുന്നത്? ക്രിസ്തു ജനിച്ചപ്പോൾ അധികാരത്തിനു വേണ്ടി അനേകരെ കൊന്ന ഹെരോദാവും ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ അധികാരത്തിനു വേണ്ടി മനസ്സുകൊണ്ട് കൊല ചെയ്യുന്നവരും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അധികാര സ്ഥാനങ്ങൾക്ക് പിന്നാലെ ഓടുമ്പോൾ ക്രിസ്തുവിന്റെ ഈ മൊഴി മാത്രം മനസ്സിൽ വയ്ക്കുന്നത് നല്ലതാണ്. ഉന്നതത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരധികാരവും നിനക്കുണ്ടാവുകയില്ലായിരുന്നു. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓടിയതോ അധ്വാനിച്ചതൊന്നും നാമല്ല, എല്ലാം നമ്മിലുള്ള ദൈവകൃപയാൽ. ഓടിയതോ അധ്വാനിച്ചതൊന്നും നാമല്ല, എല്ലാം നമ്മിലുള്ള ദൈവകൃപയാൽ. ഈ കൃപ നമ്മിൽ നിന്നങ്ങെടുത്തു മാറ്റിയാൽ പിന്നെ നമ്മെയൊന്നിനും കൊള്ളുകയില്ല. ഈ കൃപ നമ്മിൽ നിന്നങ്ങെടുത്തു മാറ്റിയാൽ പിന്നെ നമ്മെയൊന്നിനും കൊള്ളുകയില്ല. നമുക്കൊരു ദൈവമുണ്ട്, സ്വർഗത്തിലുണ്ട്. നമുക്കായി കരുതുന്ന കർത്തനുള്ളപ്പോൾ. നമുക്കൊരു ദൈവമുണ്ട്, സ്വർഗത്തിലുണ്ട്. നമുക്കായി കരുതുന്ന കർത്തനുള്ളപ്പോൾ. ഓട്ടമോടി അധ്വാനിച്ചു വെറുതെയെന്ന് നിന്നെ തന്നെ നോക്കി നീ പറഞ്ഞിടല്ലേ. ഓട്ടമോടി അധ്വാനിച്ചു വെറുതെയെന്ന് നിന്നെ തന്നെ നോക്കി നീ പറഞ്ഞിടല്ലേ.